കേരള കോൺഗ്രസ് ജേക്കബ് ലെജിസ്ലേറ്റീവ് പാർട്ടി നേതാവാണ്. UDFിൽ ഒരു ഒറ്റയാൾ പട്ടാളമായി രാഷ്ട്രീയ കേരളത്തിൽ കുതിച്ചു കയറിയ ഈ പ്രതിഭയുടെ രാഷ്ട്രീയ വഴികളിൽ തൻ്റെതായ വഴികൾ വെട്ടിത്തെളിച്ച് തന്നെയാണ് രാഷ്ട്രീയ അധികായന്മാരുടെ ഇടയിൽ ഇദ്ദേഹം സ്ഥാനമുറപ്പിച്ചത്. പിതാവ് TM ജേക്കബിന്റെ രാഷ്ട്രീയ പാരമ്പര്യമാണ് മുതൽക്കൂട്ടായി അനൂപ് ജേക്കബിന്റെ വഴികളിൽ വെളിച്ചം തൂവിയത് എന്നതിൽ യാതൊരു സംശയവുമില്ല. കേരളത്തിലെ എക്കാലത്തെയും വീക്ഷണശാലിയായ നേതാവായിരുന്നു TM ജേക്കബ്. 1993 കേരള കോൺഗ്രസ് ജേക്കബ് ലെജിസ്ലേറ്റീവ് പാർട്ടി സ്ഥാപിച്ച് TM ജേക്കബ് തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ഒറ്റയ്ക്ക് ഘടകകക്ഷിയായി മത്സരിച്ച് ജയിച്ചു കയറി. 1982 കരുണാകരൻ മന്ത്രിസഭയിൽ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു അദ്ദേഹം. 1991 കരുണാകരൻ മന്ത്രിസഭയിൽ ജലസേചന സാംസ്കാരിക വകുപ്പ് മന്ത്രിയായി. രണ്ടാം ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രിയായിരിക്കെ ആകസ്മികമായി മരണപ്പെട്ടതിനെ തുടർന്നുണ്ടായ പിറവം ഉപതെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണിയിൽ നിന്നും അനൂപ് ജേക്കബ് മത്സരിക്കുകയായിരുന്നു. ആ തിരഞ്ഞെടുപ്പിൽ 12,000-ൽ പരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ച് അദ്ദേഹം MLA ആയി. പിതാവ് വഹിച്ചിരുന്ന ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രിയായി അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്യുകയും ചെയ്തു. 2016 അനൂപ് പിറവത്ത് നിന്നും നിയമസഭയിലെത്തി. തുടർന്ന് 2021 തിരഞ്ഞെടുപ്പിൽ അതേ മണ്ഡലത്തിൽ നിന്നും ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷത്തോടെ അനൂപ് വിജയിച്ച് കയറുകയായിരുന്നു. തിരുവനന്തപുരത്തെ കേരള ലോ അക്കാദമി ലോ കോളേജിൽ നിന്നും ബിരുദം നേടിയ അനൂപ് ജേക്കബ് കേരള ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന അഭിഭാഷകനാണ്. തിരുവനന്തപുരം മാർ ഇവാനിയോസ് കോളേജിൽ നിന്ന് ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ബിരുദം പൂർത്തിയാക്കി 1994 മാർ ഇവാനിയോസ് കോളേജിലെ വിദ്യാർത്ഥിയായിരിക്കെയാണ് അദ്ദേഹം രാഷ്ട്രീയത്തിലേക്കുള്ള ആദ്യ ചുവടുവെപ്പ് നടത്തിയത്. കോളേജിൽ അദ്ദേഹം കേരള സ്റ്റുഡൻസ് കോൺഗ്രസ് ജേക്കബ് വിദ്യാർത്ഥി പ്രസ്ഥാനം സ്ഥാപിച്ചു. 2001 അനൂപ് കേരള സ്റ്റുഡൻസ് കോൺഗ്രസ് ജേക്കബിൻ്റെ സംസ്ഥാന പ്രസിഡന്റായി. ആ കാലയളവിൽ മാർ ഇവാനിയോസ് കോളേജിൽ സംഘടനയുടെ ജനറൽ സെക്രട്ടറി, കൗൺസിലർ തുടങ്ങിയ സ്ഥാനങ്ങളും അദ്ദേഹം വഹിച്ചു. 2008 കേരള കോൺഗ്രസ് ജേക്കബ് പാർട്ടിയുടെ യുവജന വിഭാഗമായ കേരള യൂത്ത് ഫ്രണ്ട് ജേക്കബിൻ്റെ സംസ്ഥാന പ്രസിഡന്റായി അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു. കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ TM ജേക്കബിൻ്റെ സ്ഥാനം ചെറുതല്ല. അഗാധ പാണ്ഡിത്യവും ആഴത്തിലുള്ള നിയമപരിജ്ഞാനവും എക്കാലത്തെയും ഒരു മികച്ച സാമാജികനുമായ TM ജേക്കബ് വിട്ടുവീഴ്ചകളില്ലാത്ത രാഷ്ട്രീയക്കാരനായിരുന്നു. ആ അച്ഛൻ്റെ മോനായ അനൂപ് സൗമ്യഭാവത്തോടെ രാഷ്ട്രീയ കേരളത്തിൻ്റെ ഒഴുക്കിനൊപ്പം ചേർന്ന് പിതാവിനെ പോലെ തന്നെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ കേരളത്തിൻ്റെ പ്രിയങ്കരനായി മാറി. പിതാവിൻ്റെ പാരമ്പര്യമണ്ഡലമായ പിറവം പിന്നീട് അനൂപിൻ്റെ ഭാഗ്യമണ്ഡലമാവുമ്പോൾ 2026 നടക്കുന്ന അസംബ്ലി തിരഞ്ഞെടുപ്പിൽ UDFന് അവിടെ മറ്റൊരാളെ അന്വേഷിക്കേണ്ട ആവശ്യമേ ഇല്ല. സ്വന്തം നിലയിൽ UDFനകത്തെ ഒറ്റയാൾ പട്ടാളമായി തൻ്റെ പാത സ്വയം വെട്ടിത്തുറന്ന് കയറിയ അനൂപിന് തൻ്റെ കുടുംബ വീട് പോലെയാണ് പിറവം മണ്ഡലം. എങ്കിലും UDFും കോൺഗ്രസും അനൂപിന് മറ്റേത് മണ്ഡലം നൽകിയാലും അവിടെ പുഷ്പം പോലെ അനൂപ് വിജയിച്ച് കയറുമെന്നത് തർക്കമില്ലാത്ത കാര്യമാണ്. ജനങ്ങളെ അടുത്തറിയാനും രാഷ്ട്രീയത്തിനപ്പുറം വ്യക്തിബന്ധങ്ങൾ സൂക്ഷിക്കാനും ജനത്തിൻ്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് പ്രവർത്തിക്കാനുമുള്ള അനൂപ് ജേക്കബിൻ്റെ മനസ്സാണ് അനൂപിനെ ഒരു മികച്ച സാമാജികനാക്കിയതും ഒരു നല്ല രാഷ്ട്രീയക്കാരനാക്കിയതും. അനൂപ് ജേക്കബിൻ്റെ ഈ ഗുണഗണങ്ങൾ വരുന്ന തിരഞ്ഞെടുപ്പിൽ UDFന് മുതൽക്കൂട്ടാകുമെന്നതിൽ യാതൊരു തർക്കവുമില്ല. അനൂപിൻ്റെ ജയം UDFന് ഉറപ്പ് തന്നെയാണ്. കോൺഗ്രസ് ഇക്കാലങ്ങളിൽ വരുന്ന തിരഞ്ഞെടുപ്പുകൾ മുന്നിൽ കണ്ട് യുവത്വത്തിനെ മുൻനിർത്തി നടപ്പിലാക്കുന്ന പുനഃസംഘടനാ പ്രവർത്തനങ്ങൾ പുതിയ ഊർജം തന്നെ നൽകിയിട്ടുണ്ട്. കോൺഗ്രസിൻ്റെയും UDFിൻ്റെയും ശക്തി വർദ്ധിപ്പിക്കാനായി പുതിയ UDF കൺവീനർ അടൂർ പ്രകാശ് ലക്ഷ്യം വയ്ക്കുന്ന പദ്ധതികൾ ഏറെ പ്രാധാന്യവുമുണ്ട്. ഘടകകക്ഷികളായ മറ്റ് പാർട്ടികളെ കൂടി പരിഗണിച്ചുകൊണ്ട് UDFിൻ്റെ ശക്തി വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി കേരള കോൺഗ്രസിന് പരിഗണന വരുമ്പോൾ ജേക്കബ് വിഭാഗത്തിൻ്റെ അനൂപ് ഒരു പ്രധാന കണ്ണിയാകുമെന്നത് ഉറപ്പാണ്. ആരംഭത്തിലെ തന്നെ തൻ്റെ ഭരണ നൈപുണ്യത തെളിയിച്ച അനൂപ് ജേക്കബ് ഒരു തികഞ്ഞ ഭരണകർത്താവ് ആണ് എന്ന് തെളിയിച്ചതാണ്. അത് കേരളത്തിലെ ജനത്തിന് സ്വീകാര്യമായതുമാണ്. ഈ ഘടകങ്ങളെല്ലാം കണക്കിലെടുക്കുമ്പോൾ അനൂപിൻ്റെ സ്ഥാനാർത്ഥിത്വം എന്തുകൊണ്ടും UDFന് മുതൽക്കൂട്ട് തന്നെയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.